ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘം അമ്മ മുൻ ഭാരവാഹികളുടെ മൊഴിയെടുക്കുന്നു. കൊച്ചിയിൽ അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിന്റെ മൊഴിയെടുത്തു. ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, എന്താണ് അന്വേഷണ സംഘം ലക്ഷ്യം വെക്കുന്നത്? ഇതിന്റെ വിവിധ തലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുകയാണോ? രഞ്ജിത്ത്, ഇടവേള ബാബുവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 മണിക്കൂറോളം ആവുന്ന ആ ഒരു സാഹചര്യമുണ്ട്. പക്ഷെ കാരണം കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നലെയും മുകേഷിനെ ചോദ്യം ചെയ്തതും 3 മണിക്കൂറിലെ ഏറെ നീണ്ടു നിന്നിരുന്നു. എന്തായാലും ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്. ഇടവേള ബാബുവിന് മുകേഷിനൊപ്പം മുൻകൂർ ജാമ്യം അനുവദിച്ച ആളാണ്. അറസ്റ്റിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കാൻ SIT നിർദ്ദേശിച്ചതായി പോലീസുകാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരമുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസം മുകേഷിന്റെ അറസ്റ്റിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതുപോലെ തന്നെ ഇടവേള ബാബുവിന്റെയും ഈ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാകും പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഹൈക്കോടതി ഇത്തരം കാര്യങ്ങളിൽ വളരെ വിജിലന്റായി ഇടപെട്ടതുകൊണ്ട് തന്നെ ഇത്തരം നടപടിക്രമങ്ങൾ വളരെ വേഗം പൂർത്തിയാക്കാനായിരിക്കും ഒരുപക്ഷെ SIT നീങ്ങുക. അന്വേഷണ സംഘത്തിന് കൃത്യമായ നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അന്വേഷണ സംഘം അതിന്റെ അപ്ഡേഷൻസ് അപ്പോൾ തന്നെ ഹൈക്കോടതിയെ അറിയിക്കണം എന്നും നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമാ മേഖലയിലെ സ്ത്രീപീഡന കേസുകളിൽ അതിവേഗം തീരുമാനമുണ്ടാക്കുക, അല്ലെങ്കിൽ അതിവേഗം അത്തരം കേസുകളിൽ നടപടി ഉണ്ടാക്കുക എന്നൊരു തീരുമാനത്തിൽ ഉറച്ചാണ് SIT നീങ്ങുന്നതെന്ന് പറയാൻ. പക്ഷേ സിദ്ദീഖിന്റെ കാര്യത്തിൽ പോലും വിശദമായ, അതായത് ഇത്ര സമയം കൊടുത്തിട്ട് പോലും അദ്ദേഹം നിരീക്ഷണത്തിലായിരുന്ന സമയത്ത് പോലും മുൻകൂർ ജാമ്യം തള്ളിയ സമയത്ത് സിദ്ദീഖ് പോലീസിന് പിടി നൽകാതെ മുങ്ങി നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത് തന്നെ വലിയ വിമർശനമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വലിയ വിമർശനമാണ് SIT നേരിടേണ്ടി വന്നത്. എന്തായാലും ഇടവേള ബാബുവിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്നിട്ടുള്ള പരാതികളിൽ SITയുടെ അന്വേഷണത്തിന് പരിധിയിൽ വരുന്ന പരാതികളിൽ ഇപ്പോൾ നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, അതായത് ഈ അമ്മയുടെ മുൻ ഭാരവാഹികൾ, നമുക്കറിയാം ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയാണ് അമ്മ പ്രവർത്തിക്കുന്നത്. അമ്മയുടെ മുൻ ഭാരവാഹികളായ എല്ലാ ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തുക എന്നത് തന്നെയാണോ, അതോ പ്രധാനപ്പെട്ട ആളുകളെ മാത്രം കാണുക എന്നതാണോ? നേരിട്ട് അവരെ കണ്ട് മൊഴി ശേഖരിക്കുകയാണോ? രഞ്ജിത്ത്, ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുള്ളത് പരാതി ഉള്ള ആളുകളെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇടവേള ബാബുവിനെതിരെ ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതി നിൽക്കുന്നുണ്ട്. അതിന്റെ മേൽ മുൻകൂർ ജാമ്യം തേടിയ അവസ്ഥയുണ്ട്. ഏതായാലും ഇടവേള ബാബുവിനെതിരെ ലൈംഗിക അതിക്രമ കേസ് നിലനിൽക്കുന്നത് കൊണ്ട് ഇപ്പോൾ അയാൾ അമ്മയുടെ മുൻ ഭാരവാഹി ആയിരുന്നു എന്നുള്ള വാസ്തവത്തിൽ പക്ഷേ മറ്റുള്ളവരെ ചോദ്യം ചെയ്യാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്ക്, ഈ SITയുടെ ഓഫീസിലേക്ക് ആ സ്ഥാനത്തേക്ക് വിളിച്ചിട്ടില്ല. വിളിച്ചിരിക്കുന്നത് ഇടവേള ബാബുവിനെയാണ്. അദ്ദേഹം ഇന്ന് രാവിലെ 10 മണിക്കാണ് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുള്ളത്. അതിനുശേഷമുള്ള ഈ 1.25 മണിക്കൂർ ഇപ്പോൾ ഏകദേശം 1.25 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂറോളം അടുക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ചോദ്യം ചെയ്യൽ നീളുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഒരുപക്ഷെ മറ്റ് ഭാരവാഹികളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ മുൻപ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ആളുകളോട് എൻക്വയർ ചെയ്തേക്കും, അതല്ലെങ്കിൽ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്കോ അന്വേഷണത്തിന്റെ ഭാഗമായി അത് നിന്നേക്കാം. പക്ഷെ അവർക്കെതിരെ ഇപ്പോൾ പരാതി നിലനിൽക്കുന്ന ആളുകളെ, മുൻകൂർ ജാമ്യം ലഭിച്ച ആളുകൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്ത് SIT നേരിട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിലാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം അതിന്റെ ഭാഗമായിട്ടാണ് മുകേഷ് MLAയെ 3 മണിക്കൂറോളം ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് ഇടവേള ബാബുവിന്റെ കേസിലും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ഇടവേള ബാബുവിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അത് ഈ അമ്മയുടെ ഭാരവാഹികൾ എന്ന രീതിയിലാണ്. ഇടവേള ബാബുവിനെതിരെ കേസുണ്ട്, നടൻ ബാബുരാജിനെതിരെ കേസുണ്ട്, നമുക്കറിയാം സിദ്ദിഖിനെതിരെ കേസുണ്ട്. അങ്ങനെ അമ്മയുടെ ഭാരവാഹികളായ നിരവധി നടന്മാർക്കെതിരെയും കേസുള്ള പശ്ചാത്തലത്തിലാണ് ഇവരെ നേരിട്ട് കണ്ട് മൊഴികൾ രേഖപ്പെടുത്തുന്നത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.